ബഹുമാനപ്പെട്ട പറപ്പൂർ തടത്തിൽ മഹല്ല് കമ്മിറ്റിയുടെ പ്രസിഡന്റ് AK അബ്ദുറഹ്മാൻ സാഹിബ്, നമ്മുടെ മഹല്ല് ഖത്തീബ് അവർകൾ, സൈനുദ്ദീൻ സഅദി അൽ അർഷദി ഉസ്താദ് അവർകൾ, ഈ മദ്രസയുടെ പ്രിൻസിപ്പൽ സയ്യിദലവി മദനി ഉസ്താദ്, മറ്റ് വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും. ഇങ്ങനെ ഒരു ഒത്തുചേരൽ നമ്മുടെ മഹല്ലിൽ എന്നല്ല മറ്റെല്ലാ മഹല്ലുകളിലും ഈയൊരു സുദിനത്തിൽ മാത്രമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇങ്ങനൊരു ദിവസം ഇങ്ങനെ ഇവിടെ എല്ലാവരും ഒത്തുചേരാൻ കഴിഞ്ഞതിൽ ആദ്യമായി അല്ലാഹു തആലയോട് നന്ദി പറയുകയാണ്. ഇവിടെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ നമ്മൾ ഓരോ വർഷവും, ഇത് 1499 ജന്മദിനമാണ്. ഇങ്ങനെ ഇന്ന് ഏകദേശം ഒരു 80-90 വയസ്സുള്ള, ഇന്നിവിടെ നമ്മുടെ നാട്ടിലും മറ്റുമായി ജീവിച്ചിരിക്കുന്ന എല്ലാവരും ചെറിയ തോതിലെങ്കിലും ഈ നബിദിനാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. എന്നാൽ ഇതുവരെ ഞാൻ എൻ്റെ സ്വഭാവ ഗുണങ്ങൾ കൂടി കണക്കിലെടുത്തിട്ടാണ് ഇത് പറയുന്നത്. നബിയുടെ ചര്യകൾ, അതായത് സുന്നത്ത് പാലിക്കപ്പെടണം എന്ന ആത്മാർത്ഥമായ ചിന്തയോടുകൂടി ആരെങ്കിലും ഈ നബിദിനം ആഘോഷിക്കാൻ തയ്യാറെടുക്കുന്നുണ്ടോ? നമ്മൾ ആത്മവിചിന്തനം നടത്തേണ്ട കാര്യങ്ങളാണ്. എന്തായാലും അൽഹംദുലില്ലാഹ് എല്ലാവരും അങ്ങനെ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുന്നുണ്ട്. നബിയുടെ ചര്യകൾ മറ്റു പല കാരണങ്ങളും, എന്ത് കാരണങ്ങൾ തന്നെ ആയാലും നബിയുടെ ചര്യകൾ പാലിക്കപ്പെടണം, എൻ്റെ ജീവിതത്തിൽ ഞാനത് നടപ്പിലാക്കണം എന്ന ആത്മാർത്ഥമായ ചിന്തയോടുകൂടി തന്നെയാണ് ജീവിക്കുന്നത് എന്ന വിശ്വാസം നമുക്കെല്ലാവർക്കും ഉണ്ടാവണം. നമ്മൾ സ്വയം അതിന് തയ്യാറാകണം. ഒറ്റ വിഷയം പറഞ്ഞാൽ, ഒരു നബിദിനത്തിന് ഒരു വിഷയമെങ്കിലും, നബിയുടെ ഒരു ചര്യയെങ്കിലും ഞാനത് ജീവിതത്തിൽ നിർബന്ധമായും ഞാനത് പാലിക്കും. സത്യസന്ധത, കളവ് പറയാതിരിക്കൽ, അങ്ങനെ ഓരോ വിഷയങ്ങളും നമ്മളത് വ്യക്തമായി മനസ്സിലാക്കി, അത് റസൂലിൻ്റെ ചര്യയാണ്. ഓരോ വിഷയത്തിലും, നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഓരോ വിഷയത്തിലും റസൂലിൻ്റെ ചര്യകളാണ് നടപ്പിലാക്കപ്പെടേണ്ടത്. പക്ഷെ നമ്മൾ അത് എത്രത്തോളം ആത്മാർത്ഥമായി ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ സ്വയം വിചിന്തനം നടത്തണം. കാരണം നമ്മൾ ഒരു രാവിലെ എഴുന്നേറ്റ് നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നത് ആ സമയം വരെ നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും, ഏത് വിഷയമായിക്കോട്ടെ, അത് റസൂലിൻ്റെ ചര്യകളിലൂടെ നടപ്പിലാക്കപ്പെടുകയാണെങ്കിൽ അൽഹംദുലില്ലാഹ് നമ്മളുടെ ജീവിതം ധന്യമായി. പക്ഷേ നമ്മൾ ഇപ്പോൾ ഇതെല്ലാം പറയും, കുറച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം മറക്കും. അപ്പോൾ എനിക്ക് എന്നോടും നിങ്ങളോടും കൂടി അപേക്ഷിക്കാനുള്ളത്, ഒരു വിഷയം, ഒരു നബിദിനത്തിനെങ്കിലും ആത്മാർത്ഥമായി ഞാനത് നടപ്പിലാക്കും എന്ന ഒരു ഉറപ്പ് ഈ നബിദിനത്തിൽ നമ്മൾ എടുക്കാൻ തയ്യാറാകണം എന്ന ഒരു അപേക്ഷ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഒരു എളിയ സഹോദരൻ എന്ന നിലനിൽക്ക്.
പിന്നെ ഞാനിപ്പോൾ ഇവിടെ എഴുന്നേറ്റ് പറയാൻ കാരണം ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്ന ഇത് മാത്രമല്ല, മഹലിൻ്റെ ട്രഷറർ എന്ന നിലയിൽ ഒരു നന്ദി പ്രകടനം നടത്തണം. ഈ മഹലിൻ്റെ ഓരോ വിഷയങ്ങളിലും എല്ലാ സാമ്പത്തികമായും എല്ലാ വിഷയങ്ങളിലും കയ്യയച്ച് സഹായിച്ചു വരുന്ന നമ്മുടെ ഈ മഹലിലെ ഓരോ വ്യക്തികളോടും നേരിട്ട് ഒരു നന്ദി പറയാൻ കിട്ടുന്ന ഒരവസരമാണിത്. മറ്റു ഒരു വേദിയും നമുക്ക് സാധാരണ നമുക്ക് കിട്ടാറില്ല. ഇത്രയും സ്ത്രീകളും മറ്റു പുരുഷന്മാരും എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഒരു വേദിയും നമുക്കിവിടെ ഇങ്ങനെ കിട്ടാറില്ല. അതുകൊണ്ട് കുറച്ച് നന്ദി പറയാൻ എഴുന്നേറ്റ് നിന്നാൽ സാധാരണയായി സംഭവിക്കുന്ന സംഭവം എന്താ? നന്ദി പറയുമ്പോൾ നടന്നിട്ടാണ് ഇങ്ങനെ ആ വീട്ടിലേക്ക് എത്താനുള്ള ആ ധൃതിയിൽ അത് കേൾക്കും, ചിലപ്പോൾ കേൾക്കില്ല. അപ്പോൾ ആ നന്ദി പറയുന്നത് നിങ്ങൾ കേൾക്കുക തന്നെ വേണം. അത്രയേറെ മഹല്ല് കമ്മിറ്റിയുമായും മറ്റും നിങ്ങൾ സഹകരിച്ച് വരുന്നുണ്ട്. അപ്പം ആദ്യമായി ഇവിടെ ഈ പ്രോഗ്രാം ഈ 2 ദിവസമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടികളിൽ ഓരോ കുട്ടികൾ മുതൽ അവർ ഓരോ പരിപാടികളും അവതരിപ്പിക്കാൻ എത്ര ദിവസമായിട്ടുള്ള പ്രയത്നമാണെന്നറിയുമോ? ആ പ്രയത്നം അവരുടെ രക്ഷിതാക്കളും കൂടെ അവരെ അത്രയേറെ സഹായിച്ചതുകൊണ്ടാണ് അവർക്ക് ഇത്ര നല്ല രീതിയിൽ ഇവിടെ ഈ പ്രോഗ്രാമുകൾ ഇത്ര ഭംഗിയായി അവതരിപ്പിക്കാൻ കഴിഞ്ഞത്. അങ്ങനെ എല്ലാ മേഖലകളിലും ഓരോരുത്തരും അവരുടെ കഴിവിൻ്റെ പരമാവധി ഈ പരിപാടി ഭംഗിയാക്കാൻ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരോടും വീണ്ടും നന്ദി പറയുകയാണ്. മറ്റൊരു വിഷയം, ഇവിടെ ഇപ്പം നമ്മളിപ്പോൾ ഈ ഷീറ്റ് മേയുക എന്നുള്ള ഒരു പ്രവർത്തനം നടന്നു. അതിൻ്റെ കാര്യങ്ങൾ മഹല്ല് കമ്മിറ്റി തീരുമാനിക്കുകയും അത് ഓരോ വീടുകളിലും ചെന്ന് നോട്ടീസ് മുഖേന അറിയിക്കുകയും അൽഹംദുലില്ലാ ഇപ്പോൾ ഇതുവരെയൊക്കെ എത്തി. സാമ്പത്തികമായി വളരെ കുറച്ചൊക്കെ ബുദ്ധിമുട്ടിയിട്ടുണ്ടെങ്കിലും നമുക്കിത് ചെയ്യാൻ കഴിഞ്ഞു. അതിൻ്റെ ആ നല്ല നടത്തിപ്പിനും സാമ്പത്തികമായ സഹായം ചെയ്ത എല്ലാവരോടും വീണ്ടും നന്ദി പറയുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഈ എളിയ സംസാരം ഇവിടെ നിർത്തുകയാണ്. ഈ മഹല്ല് ഖത്തീബ്, പ്രസിഡന്റ്, സെക്രട്ടറി, മറ്റു വിശിഷ്ട വ്യക്തികൾ എല്ലാവരോടും, ഈ നാട്ടിലെ കാരണവന്മാരോടും സ്ത്രീ സഹോദരി സഹോദരന്മാരോടും എല്ലാവരോടും മഹല്ലിൻ്റെ ട്രഷറർ എന്ന നിലയിൽ, ഈ മഹലിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ നന്ദി, അഗൈതവമായ ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.